ബഷീർ സ്മരണകൾ ഇരമ്പുന്ന വയലാലിൽ വീട്ടിലിത്തവണ നൂറുകണക്കിന് കുട്ടികളാണ് കഥയുടെ സുൽത്താന് ഓർമ്മപ്പൂക്കളുമായി എത്തിയത്. ബഷീറിന്റെ അപൂർവ സൗഹൃദത്തിന്റെ ഓർമ്മകളുള്ള പുനലൂർ രാജന്റെ ഫോട്ടോകളും ഇത്തവണ വയലാലിൽ വീട്ടിൽ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു. ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ഈ ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു ചിത്ര പ്രദർശനം, ഫോട്ടോ പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുനലൂർ രാജൻ്റെ വളരെ അപൂർവമായ ഫോട്ടോകൾ നമുക്ക് കാണാൻ പറ്റും. ബഷീറിൻ്റെ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവട് എന്ന് പറഞ്ഞാൽ ആ തണൽ ഒരുപാട് സൗഹൃദങ്ങൾക്ക് തണലായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സൗഹൃദങ്ങൾ മുഴുവൻ പകർത്തിയിട്ടുള്ള അപൂർവമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫാബി ബഷീർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചിത്രമുണ്ട്. ഈ അവിടെ തൊട്ട പറമ്പിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്. പിന്നീട് നമുക്ക് ഈ മാംഗോസ്റ്റിൻ മരത്തണലിൽ ഉണ്ടായ സൗഹൃദങ്ങളെക്കുറിച്ച് ഒരുപാട് ബഷീറും ബഷീറിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫാബി ബഷീറും അനസ് ബഷീറും സുകുമാർ അഴീക്കോടും നിൽക്കുന്ന ചിത്രമാണ്. അഴീക്കോട് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട്ടെത്തിയാൽ ആദ്യം എത്തുന്ന വീടുകളിൽ ഒന്ന് ബഷീറിൻ്റെ വീടാണ് എന്നുള്ളത്. ഇത് എസ് കെ പൊറ്റക്കാടും ബഷീറും അതുപോലെ പുതുക്കുടി ബാലചന്ദ്രനും MT വാസുദേവൻ നായരും ഇരിക്കുന്ന ചിത്രമാണ്. MTക്കൊപ്പം ഇരിക്കുന്ന എസ് കെ പൊറ്റക്കാടിനെയും അതുപോലെ ബഷീറിനെയും നമുക്ക് കാണാൻ പറ്റും. മലയാളത്തിൻ്റെ അനശ്വര കവിയായിട്ടുള്ള ONV കുറുപ്പിനൊപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ഇരിക്കുന്ന ചിത്രമാണിത്. അതുപോലെ പട്ടത്തുവിള കരുണാകരനൊപ്പം ഇരിക്കുന്ന ഇത് കറക്റ്റ് നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇത് മാംഗോയിസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിലാണ് ബഷീർ ഇരിക്കുന്നത്. ആ ബഷീറിൻ്റെ ആ ചാരുകസേര, ഇന്നും ആ ചാരുകസേരയും കണ്ണടയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ചാരുകസേരയിൽ ബഷീർ ഇരിക്കുന്നു. അതോടൊപ്പം KN രാമദാസ് വൈദ്യരും അതുപോലെ VKNുമാണ് ഇരിക്കുന്നത്. VKൻ്റെ ഫലിതങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. VKൻ്റെ മാത്രമല്ല, ബഷീറിൻ്റെ ഫലിതങ്ങളുണ്ട്. ഒരിക്കൽ ബഷീറിൻ്റെ എഴുത്തുകളൊക്കെ കോപ്പിയടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതൊന്നും ഒറിജിനൽ അല്ല, അതിനൊക്കെ കോപ്പിയടിയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഴ്ചപ്പതിപ്പിൽ നിരന്തരമായിട്ട് ലേഖനങ്ങൾ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്നും അതിൽ വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ബഷീറിൻ്റെ വളരെ നർമ്മം കലർന്നൊരു മറുപടിയുണ്ട്, എനിക്ക് ഭ്രാന്താണ്, പക്ഷേ അത് ഒറിജിനലാണ്, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്ന രീതിയിൽ. ഈ കുട്ടികളോട് ചോദിക്കാൻ നമുക്ക്, അവർ MT ബഷീറിനെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഏത് കഥയാണ് വായിച്ചിട്ടുള്ളത്? എൻ്റെ ഉപ്പൂപ്പാക്കാരാനുണ്ടായിരുന്ന 8ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പൂപ്പാക്കാരനാനുണ്ടായിരുന്നു വായിച്ചിട്ടുണ്ട്. പിന്നെ പാത്തുമ്മയുടെ ആട്, സഖി. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാ ബഷീർ? പാത്തുമ്മയുടെ ആടാണ് അല്ലേ ഇഷ്ടപ്പെട്ട പുസ്തകം? പ്രേമലേഖനം. പ്രേമലേഖനം അല്ലേ? എപ്പോഴും പറയാനും അല്ലെങ്കിൽ വായിക്കുമ്പോൾ രസം തോന്നിയൊരു ഭാഗം പറയാം. ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ഭാഗവും ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് കഥ വായിക്കുമ്പോൾ. ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് ബഷീറിൻ്റെ? സുഹറ അല്ലേ, മജീദിൻ്റെ സുഹറ. ബഷീറിനെ കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ വരാൻ പറ്റി, വീട്ടിൽ നിന്ന് ഫോട്ടോ കാണാൻ പറ്റി. അതൊക്കെ മരം കണ്ടോ ആരെങ്കിലും? കുറെ നോക്കി. താഴെ പോയി നോക്കണം കേട്ടോ. മാംഗോസ്റ്റിൻ മരം താഴെ കാണാൻ പറ്റും. ബഷീറിൻ്റെ പാട്ടുകളുണ്ട് അല്ലേ? ബഷീറിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഒരു പാട്ട് പാടും. ദൗറേ ഹയാത്ത് ആയേഗാ കാതിൽ ഹസാ കെ ബാത് ജീനാ വോ ക്യാ കേ ദിൽ മേ നാ ഹോ തേരി ആർസൂ. ബഷീറിനെ അറിയുന്ന, ബഷീറിനെ വായിച്ചിട്ടുള്ള ആ കുട്ടികൾക്ക് ബഷീറിനെ കൂടുതൽ പരിചയപ്പെടാനുള്ള അവസരമാണ് ഈ ചിത്രങ്ങൾ എന്നുള്ളത്. ക്യാമറമാൻ വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.